മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നും വിവിധങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ നിന്നും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിങ്ങളുടെ ഓരോരുത്തരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ മക്കളെ, എല്ലാ പ്രതീക്ഷകളും അടയുമ്പോൾ പുതിയൊരു വാതിൽ തുറന്നു തരുന്നവൻ്റെ പേരാണ് യേശു ക്രിസ്തു. എല്ലാ വഴികളും അടയുമ്പോൾ വഴിയായും വഴികാട്ടിയായും കടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. ആ വചനമാകുന്ന യേശു നമ്മോട് പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യം: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുവിൻ. ഓർക്കണേ, സന്തോഷം, സഹനം, സ്ഥിരത, ഇതാർക്കാണ് ദൈവം തരുന്നത്? മനുഷ്യർക്ക് തരുന്നതാണ്. ഒരു മനുഷ്യൻ്റെ മഹിമയും മഹത്വവും അടങ്ങിയിരിക്കുന്നത് സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോഴാണ്. സൗകര്യങ്ങളിലും അസൗകര്യങ്ങളിലും ആനന്ദിക്കാൻ കഴിവുള്ളവരാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവർ. രോഗത്തിലും സൗഖ്യത്തിലും ആനന്ദിക്കുന്നവരാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവർ. വാനോളം ഉയർത്തുമ്പോഴും പാതാളത്തോളം താഴ്ത്തുമ്പോഴും ആനന്ദിക്കുന്നവരാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവർ. നമ്മൾ ആഗ്രഹിക്കാത്തത് ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ? ലഭിക്കേണ്ടതിനെ ഓർത്ത് ലഭിക്കാത്തതിൻ്റെ പേരിൽ പരാതി പറയണ്ട എന്ന്. പഠനത്തിലോ പരീക്ഷകളിലോ വ്യാപാരങ്ങളിലോ ജോലികളിലോ ബിസിനസ്സിലോ എന്തു സംഭവിച്ചാലും വിഷമിക്കേണ്ട. കാരണം ദൈവം അറിയാതെ ഒന്നും തന്നെ നമ്മിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും പുണ്യദിനങ്ങളാണ് ഈ 50 നൊയിമ്പ്. ഇന്ന് വിഭൂതി തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ പുണ്യമായ ദിവസത്തിൽ എല്ലാ രോഗികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും പഠനത്തെയും പരീക്ഷാ മണിക്കൂറുകളും അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കുകയാണ്. ആശുപത്രികളിലും ഭവനങ്ങളിലും വാവിട്ട് കരയുന്ന രോഗികളുടെ കണ്ണുനീര് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വിദേശങ്ങളിലും സ്വദേശങ്ങളിലും കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. അവിടെ കഷ്ടപ്പാടുകളെ യേശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്ഥിരതയോടെ എല്ലാ ദിവസവും പ്രയർ ലൈനിൽ പങ്കെടുക്കുകയും അനേക മക്കൾക്ക് ഷെയർ ചെയ്യുന്നവരുണ്ട്. അവരെ പ്രത്യേകമായി വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ യുവജനങ്ങളെയും അവിടെ സ്വപ്നങ്ങളെയും അവിടെ പ്രതീക്ഷകളെയും പൂവണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതു സാഹചര്യത്തിലും യേശു എൻ്റെ സമ്പത്താണ്, യേശു എൻ്റെ നിധിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. മക്കളെ, 3 ഓർമ്മക്കുറിപ്പുകൾ. 1, എല്ലാ ദിവസവും പ്രയർ ലൈനിൽ വചനം കേൾക്കുക, അത് ഷെയർ ചെയ്യുക. 2, കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന നടത്തുക, കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയും. 3, സാധിക്കുമെങ്കിൽ അനുദിനം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹാസ്വാദത്തിനായി ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇതിനെ വളർത്തുവാൻ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.